ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മസാല സ്റ്റഫിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു ഇടിയപ്പമാണ്. ഈ ഒരു ഇടിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് വരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ്. അതിനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോയാണ്. ഞാനൊരു വലിയ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഞാൻ 4 മുട്ടയാണൊന്ന് എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മഞ്ഞക്കരുവൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മഞ്ഞക്കരുവൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായിട്ട് കിട്ടിക്കോളും. ഉപ്പും കുരുമുളകും എല്ലാം തന്നെ ഒന്ന് ചേർത്തൊന്ന് എടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം. നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ മുട്ട നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ മുട്ട ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ 2 സ്പൂൺ അളവിൽ മല്ലിയില ഒന്ന് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടിയപ്പം ഈ ഒരു വാഴയിലയിലൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് സേവനാഴിയിലേക്ക് ആവശ്യത്തിനുള്ള മാവൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ വാഴയിലയിൽ ഒരൊറ്റ ലെയറായിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെ അത്യാവശ്യം വലിപ്പത്തിൽ നമുക്ക് മാവൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഈ ഒരു ഇലയുടെ സൈസിൽ വരത്തക്ക രീതിയിൽ തന്നെ മാവൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ലെയറായിട്ട് വരത്തക്ക രീതിയിൽ മാവൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മസാലയൊന്ന് വെച്ച് കൊടുക്കാം. 1-2 സ്പൂൺ അളവിൽ മസാലയൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 4 സൈഡും ഇലയൊന്ന് മടക്കി എടുക്കണം. ആദ്യം നമുക്ക് ഈ നീളത്തിലുള്ള 2 സൈഡും ഇതുപോലെ ഒന്നിന് മുകളിലായിട്ട് ഒന്നൊന്ന് മടക്കിയതിന് ശേഷം ബാക്കി 2 സൈഡും കൂടെ ഇതുപോലെ ഒന്ന്
മടക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ആയി കിട്ടും. ഈ ഒരു ഷേപ്പിൽ വേണം ഒന്ന് മടക്കി എടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലൊന്ന് ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് നമ്മൾ മസാല ഫില്ല് ചെയ്തിട്ടുള്ള ഈ മാവ് നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മുതൽ ഒരു 10 മിനിറ്റ് വരേക്ക് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. ഇപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ഇടിയപ്പം തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കറികളൊന്നും ഇല്ലാതെ ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ താങ്ക് യു. ബൈ.